സിനിമയിലൊരു രംഗം വരുമ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് കൈയടിച്ചാൽ അത് ലോകത്ത് ഇപ്പോൾ ലോകം എന്ന് പറയണം. പണ്ടങ്ങനെയല്ല. സംസ്ഥാനത്ത് അത് കഴിഞ്ഞ് പതുക്കെ മറ്റ് സംസ്ഥാനങ്ങളായി എല്ലായിടത്തും അതേയിടത്ത് കൈയടി കിട്ടും എന്ന് പറയുന്ന തത്വം തന്നെയാണ്. തൃശ്ശൂർ കുറച്ച് പ്രാഥമികത ഇപ്പം കൂടുതലാണ്. 2024 ജൂൺ 4 ശേഷം കേരളത്തിൻ്റെ പൾസ് അറിയണമെങ്കിൽ തൃശ്ശൂർ അന്വേഷിക്കണം. ആശാ വർക്കർമാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വൈഷമ്യങ്ങളിൽ നിന്നും ജീവിതത്തിൽ ഉഴലുന്ന ചില പ്രത്യയശാസ്ത്രപരമായ ചില അചഞ്ചലമായ ചില രൂപകൽപ്പനകൾ അവരുടെ മനസ്സിൽ അക്ഷന്തവ്യമായ ചില ഇമേജുകൾ ഉണ്ടാക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഓരോ ഗോഗ്വാവിളികളും അതിനെ ചൊല്ലി ഉണ്ടാകുന്ന സമരങ്ങളും സമര പ്രത്യാഘാതങ്ങളും. കവച കുണ്ടലങ്ങളുടെ മൂർത്തിഭാവം അതിന്റെ അനന്ത ചഞ്ചലമായിട്ടുള്ള ചിലങ്കയ്ക്കിടയിലൂടെ വൃത്താകൃതിയിൽ സഞ്ചരിച്ച് അതിന്റെ മൂർധാവത്തിലെത്തുമ്പോൾ ലാവ പൊട്ടിയൊഴുകി അതിൽ നിന്ന് അഗ്നിപർവ്വത ശംഖ കുടല കിണ്ടലങ്ങൾ തത്വത്തിപ്ലിതമായി പൊട്ടിവിരിഞ്ഞ് വൃദ്ധാന്ത വൃദ്ധ ദംഗതിത്ത തുംതരികിടതോ തത്തരികിട വൃന്ദാവന ശൈലിയിലേക്ക് എത്തി നിൽക്കുന്ന ചില രൂപകൽപ്പനകൾ അവരുടെ മനസ്സിൽ അക്ഷന്തവ്യമായ അല്ല ഈ കുജനിപ്പോ അല്ല ശുക്രൻ തെക്ക് നിൽക്കുമ്പോ ചൊവ്വപ്പോ എവിടെയാണ്? സമര പ്രത്യാഘാതങ്ങൾ. തൃശ്ശൂർക്കാരെ എത്ര കാലം സഹിക്കണം അതൊക്കെ? അല്ല ഇതൊക്കെ ഇതിൽ ചെന്നതിന് ശേഷം ഇങ്ങനെ ആവണതാണോ അതോ അല്ല മുന്നൊന്നും ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ സാധനത്തിലേക്ക് ചെല്ലണവരൊക്കെ ഇപ്പോ ഈ വകുപ്പാണ്.